വലിയ ദിവാൻജി പാർട്ട് 2. കേശവൻ വീട്ടുകാര്യങ്ങളും നന്നായി നോക്കി. അമ്മേ, ഇതാ അരിയും പലചരക്ക് സാധനങ്ങളും ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ട്. മകനെ, നീ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. കേശവന്റെ വീടിനടുത്ത് തേങ്ങാപട്ടണത്തിലായിരുന്നു മരക്കാരുടെ പാണ്ടികശാല. കേശവന് നല്ല കാര്യപ്രാപ്തിയുണ്ട്, സത്യസന്ധനുമാണ്. കേശവ, കപ്പൽ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതിനെന്താ, എനിക്കും അത് സന്തോഷമാണ്. കപ്പൽ കച്ചവടത്തിൽ വിദേശികളോട് ഇടപെടേണ്ടി വരും. അതിന് അവരുടെ ഭാഷ നന്നായി പഠിക്കണം. പിന്നീട്, സായിപ്പ് തന്ന പണമെല്ലാം കൃത്യമല്ലേ? എല്ലാം കൃത്യമാണ്. അങ്ങയുടെ കണക്കുകൾ സായിപ്പിന് നന്നേ ബോധിച്ചു. പല തരക്കാരോട് ഇടപെടുന്നതാണ്. നല്ല കായികശേഷിയും നേടണം. കേശവൻ കളരി പരിശീലനവും തുടങ്ങി. ഒരു ദിവസം മഹാരാജാവിന് സമർപ്പിക്കാനുള്ള കണക്കുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. കൊട്ടാരം ഉദ്യോഗസ്ഥർക്ക് എല്ലാം വിശദീകരിക്കാൻ കേശവൻ കൂടി കൊട്ടാരത്തിലേക്ക് പോന്നോളൂ. ഹാവൂ, അങ്ങനെ മഹാരാജാവിനെ കാണാനുള്ള ഒരു അവസരവും കിട്ടി. കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെ കൊട്ടാരമുറ്റത്ത്. മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? തിരുമനസ് എന്തോ ചിന്തയിലാണ്. എങ്കിലും അങ്ങയെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കൽപ്പനയുണ്ട്. ഹോ, കൊട്ടാരക്കെട്ടുകളൊക്കെ എത്ര ഗംഭീരം! മഹാരാജാവ് തിരുമനസ് എന്തോ വിചാരത്തിലാണെന്ന് തോന്നുന്നു. കർണാട്ടിക് നവാബിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. അതിനൊരു മറുപടി അയക്കണം. നമ്മുടെ ദ്വിഭാഷി ഒരു അടിയന്തര കാര്യത്തിന് പോയിരിക്കുകയുമാണ്. ഹിന്ദുസ്ഥാനി ഭാഷയിൽ കത്തെഴുതാൻ അറിയുന്ന ഒരാൾ എൻ്റെ ഒപ്പമുണ്ട്. നന്നായി, വേഗം വിളിക്കൂ. മഹാരാജാവ് തിരുമനസ് നീണ ആൾ വാഴട്ടെ. നല്ല മുഖശ്രീയും ശരീരകാന്തിയുമുള്ള ചെറുപ്പക്കാരൻ. കേശവൻ നവാബിനുള്ള കത്ത് തയ്യാറാക്കി. മറുപടി ഒന്നാന്തരം. നമുക്ക് സന്തോഷമായി. ഇതൊരു ഭാഗ്യം തന്നെ. പിന്നീട് കേശവൻ കൊട്ടാരമെല്ലാം ചുറ്റിയടിച്ച് കണ്ടു. നേരം ഇരുട്ടിയിട്ടും മരക്കാരങ്ങുന്നിനെ കാണുന്നില്ലല്ലോ. വല്ലാത്ത ക്ഷീണം. ഇവിടെയിരുന്ന് വിശ്രമിക്കാം. താമസിയാതെ വരാന്തയിൽ കിടന്ന് കേശവൻ ഉറങ്ങിപ്പോയി. രാജാവ് അതുവഴി വന്നു. ഛേ, ഈ അശ്രീകരത്തെ ആണല്ലോ ഇന്ന് കണി കണ്ടത്. തിരുമുമ്പീന്ന് എണീറ്റ് മാറടാ. കേശവനെ ഭടന്മാർ തടവിലാക്കി. ചതിച്ചല്ലോ. നിന്നെ കണി കണ്ടത് രാജാവിന് ഇഷ്ടമായില്ല. രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചോളൂ. മറ്റൊന്നും ചെയ്യാനില്ല. ഇന്ന് കൊട്ടാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് കണിദോഷമാണെന്നേ പറയൂ. കേശവൻ പ്രാർത്ഥനയിൽ മുഴുകിയ നേരം പുറത്ത്. തുറമുഖത്തു നിന്ന് വരുന്ന ഭടൻ എന്തിനാണ് ഓടുന്നത്? തിരുമനസിനോട് പ്രധാന ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. കപ്പലിൽ ശത്രുക്കൾ വരുന്നുണ്ടാവുമോ? ആ ഭടൻ കൊട്ടാരത്തിലെത്തി. തുറമുഖത്ത് വലിയൊരു ചരക്കുകപ്പൽ അടുത്തിട്ടുണ്ട്. പഞ്ചസാരയും മറ്റ് അപൂർവ വസ്തുക്കളും ഉണ്ടെന്നാണ് കേട്ടത്. ഭാഗ്യം, മഹാഭാഗ്യം. ഒരു ചരക്കുകപ്പൽ വന്നിട്ട് എത്ര കാലമായി. ഇന്നത്തെ കണി ഒന്നാന്തരം. വേഗം അവനെ ഹാജരാക്കൂ. ശ്രീപത്മനാഭ, ഇന്നത്തെ കണി എന്നത്തെയും കണിയാക്കണേ. എല്ലാം കേട്ടില്ലേ? നമുക്ക് ഭാഗ്യം കൊണ്ടുവന്ന നീ എന്നും കൊട്ടാരത്തിലുണ്ടാവണം. കൽപ്പന പോലെ. ഇവിടുത്തെ പടത്തലവനായിരുന്ന പത്മനാഭൻ തമ്പിയുടെ മകനാണ് ഞാൻ. അച്ഛൻ സന്യസിക്കാൻ കാശിയിലേക്ക് പോയി. തമ്പിയെ ഞാൻ അറിയും. സമർത്ഥനായിരുന്നു തമ്പി. മകനും മോശമാകില്ലല്ലോ. കേശവപിള്ളയ്ക്ക് നീട്ടെഴുത്ത് ജോലി നാമിതാ കൽപ്പിച്ചു നൽകുന്നു. ഇന്നു തന്നെ ജോലി തുടങ്ങിക്കോളൂ. എല്ലാം കൽപ്പന പോലെ. കേശവൻ ജോലിയിൽ പ്രവേശിച്ചു. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നും ഇങ്ങനെ നീട്ടെഴുത്ത് ജോലി മാത്രം നോക്കിയിരുന്നാലും ശരിയാവില്ല. മാസങ്ങൾ കൊണ്ട് കേശവപിള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. നിരവധി വിവരങ്ങളും ശേഖരിച്ചു. ഖജനാവിൻ്റെ സ്ഥിതി മോശമാണ്. വ്യാപാരം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടണം. കേശവപിള്ള ആളൊരു സമർത്ഥൻ തന്നെ.
ശ്രീപത്മനാഭനാണ് ഇവനെ നമ്മുടെ മുന്നിൽ എത്തിച്ചത്. വിദേശ ശക്തികളൊക്കെ ഒന്ന് ഒതുങ്ങി, കച്ചവടവും കൂടി. പിന്നീട് കേശവപിള്ള അദ്ദേഹത്തിന് അറിയാത്ത ഭാഷകളുമില്ല. വിദേശികളോട് അവരുടെ ഭാഷയിലാണ് ഇടപെടുന്നത്. വലിയ ഉദ്യോഗസ്ഥർ പോലും അവനോട് ചോദിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. വൈകാതെ കേശവപിള്ളയെ കൊട്ടാരം സമ്പ്രതിയായി നാം നിയമിച്ചിരിക്കുന്നു. കൂടുതൽ കർത്തവ്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നന്ദിയും കടപ്പാടുമുണ്ടേ. ഈ സമയം മൈസൂർ പട മലബാർ പ്രദേശം കൈക്കലാക്കിയിരുന്നു. പിന്നീട് ഹൈദരാലി തിരുവിതാംകൂറിലേക്ക് തിരിഞ്ഞു. 15 ലക്ഷം രൂപയും 30 ആനകളെയും കൊടുത്തില്ലെങ്കിൽ നമ്മെ ആക്രമിക്കുമെന്ന്. നമുക്ക് അയാളെ പേടിക്കേണ്ട കാര്യമില്ല തമ്പുരാനെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കർണാട്ടിക് നവാബും നമ്മെ സഹായിക്കും. എങ്കിൽ ഹൈദരുടെ ആവശ്യം നടക്കില്ലെന്ന് മറുപടി കൊടുക്കൂ. കൽപ്പന പോലെ. ആ സായിപ്പന്മാരെ കൂടെ നിർത്താനുള്ള കാര്യങ്ങളും ചെയ്യണം. കമ്പനിക്കാർ വലിയ ശക്തരാണ്. കേശവപിള്ള വേണ്ടതുപോലെ എല്ലാം ഏർപ്പാടു ചെയ്യൂ. നമുക്ക് പ്രായം കൂടി വരികയാണെന്ന് അറിയാമല്ലോ. മൈസൂർ പടയുടെ ആക്രമണമുണ്ടായാൽ നേരിടാൻ വടക്കൻ കോട്ടകൾ ഭദ്രമാക്കി. തമ്പുരാനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഹൈദരാലി നമ്മെ ആക്രമിക്കരുതെന്ന് കമ്പനി അവരുമായി ഉടമ്പടിയുണ്ടാക്കി. നന്നായി. കാര്യങ്ങൾ കുറച്ച് ആശ്വാസമായി. വൈകാതെ കേശവപിള്ളയുടെ വിവാഹം നടന്നു. കന്യാകുമാരിയിലെ അരത്തമ്മപിള്ള തങ്കച്ചിയായിരുന്നു വധു. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ച. തങ്കച്ചി ഒരു സുന്ദരി തന്നെ. പിന്നീട് കേശവപിള്ളെ അങ്ങാണ് ഇനി സൈന്യത്തെ നയിക്കുന്നത്. വിദേശികളുമായി സന്ധിയുണ്ടാക്കി രാജ്യത്തിന് പുരോഗതിയുണ്ടാക്കി. അങ്ങ് എന്തിനാണ് ഇതെല്ലാം ഇപ്പോൾ എണ്ണി എണ്ണി പറയുന്നത്? ഇതെല്ലാം അടിയന്റെ കടമകളായിരുന്നു. അതിനെല്ലാമുള്ള അംഗീകാരമായി നാം കേശവപിള്ളയെ തിരുവിതാംകൂറിന്റെ ദളവയായി പ്രഖ്യാപിക്കുന്നു. ധർമ്മരാജാവ് നീണാൾ വാഴട്ടെ. 1789 സെപ്റ്റംബർ 22 കേശവപിള്ള ദളവയായി. തിരുമനസേ, ദളവ എന്ന സ്ഥാനപ്പേരിനേക്കാളും ദിവാൻ എന്ന് വിളിക്കുന്നതാണ് അടിയന് ഇഷ്ടം. കേശവപിള്ളയുടെ ഇഷ്ടം പോലെ. തിരുവിതാംകൂറിന്റെ പ്രഥമ ദിവാൻ അങ്ങാണ്. വെറും ദിവാനല്ല, വലിയ ദിവാൻജി. ടിപ്പുവിന്റെ ആക്രമണം തിരുവിതാംകൂറിന് നേരെയുണ്ടായി. പക്ഷേ സൈന്യം അവരെ തോൽപ്പിച്ചു. തമ്പുരാനെ, കിടങ്ങിൽ വീണ് പരിക്കേറ്റ ടിപ്പുവിന്റെ ആഭരണങ്ങളാണിത്. അയാളുടെ പല്ലക്കും കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വാശിക്കാരനാണ് ടിപ്പു. വലിയ സന്നാഹങ്ങളുമായി വന്ന് ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുതന്നെ സംഭവിച്ചു. അടുത്ത മാസം ടിപ്പു തിരിച്ചടിച്ചു. ടിപ്പുവിന്റെ സൈന്യം എല്ലാം തച്ചു തകർത്ത് ആലുവ വരെ എത്തി. കേശവപിള്ളെ, ചതിയായല്ലോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചതിച്ചു. ഗവർണർ ഹാളണ്ട് ഒരു സഹായവും തന്നില്ല. വൈകാതെ അത് സംഭവിച്ചു. പെരിയാറിൽ വെള്ളപ്പൊക്കം. അതോടെ ടിപ്പുവിന്റെ പടയോട്ടം നിലച്ചു. വെള്ളപ്പൊക്കമുണ്ടാകാൻ ദിവാനും ചിലത് ചെയ്തതായി അറിഞ്ഞു. അണ പൊട്ടിച്ചെന്നോ മറ്റോ. സന്തോഷമായി. ഇനി സമാധാനമായിട്ട് നമുക്ക് കണ്ണടയ്ക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ എന്ന സ്ഥാനവും ദിവാൻജിക്ക് നൽകി. രാജ മാത്രമാവണ്ട, നാം ദാസനും കൂടിയാണ്. രാജ കേശവദാസനായാൽ മതി. താമസിയാതെ ഒരു വാർത്ത കേട്ട് നാടു നടുങ്ങി. മഹാരാജാവ് നാടു നീങ്ങി. പൊന്നു തിരുമനസേ, എനിക്കിനി ആരുണ്ട്? വരാൻ പോകുന്ന കഷ്ടകാലം ദിവാൻജി മുൻകൂട്ടി കണ്ടു. പുതിയ രാജാവ് ബാലരാമവർമ്മയ്ക്ക് 16 വയസ്സ് പ്രായമേയുള്ളൂ. പക്വതയുമില്ല. മലബാറിൽ നിന്ന് പേടിച്ചോടി വന്ന ചില ഏഷണിക്കാരായ നമ്പൂതിരിമാരും കൂടെ കൂടിയിട്ടുണ്ട്. പൊന്നു തമ്പുരാനെ, കൊച്ചിയിൽ നമ്മൾ പിടിച്ചെടുത്ത ദേശമൊക്കെ വിട്ടുകൊടുക്കണം. അങ്ങേക്ക് നല്ല കീർത്തി കിട്ടും. അങ്ങനെയാവട്ടെ. ഹി ഹി ഹി. ഉത്തരവ് തുല്യം ചാർത്തി കിട്ടി. ഇത് കേശവപിള്ള അറിയാതെ കൊച്ചിയിലെത്തിച്ച് കാര്യം സാധിക്കണം. എന്നാൽ കേശവപിള്ള ചാരന്മാരിലൂടെ ഇതെല്ലാം കണ്ടെത്തി അവരെ പിടികൂടി.
എന്നാൽ എതിരാളികൾ ഏഷണിയുമായി രാജാവിൻ്റെ അടുത്തെത്തി. പൊന്നു തമ്പുരാനെ, അങ്ങാണോ ദിവാൻജിയാണോ രാജാവ്? ഒടുവിൽ നമ്പൂതിരിയുടെ ഏഷണി ഫലിച്ചു. ആരവിടെ? കേശവപിള്ളയെ വിലങ്ങുവെച്ച് തടവിലാക്കൂ. എനിക്ക് എന്തും വരട്ടെ, പക്ഷേ രാജ്യത്തിൻ്റെ ഗതിയോർത്ത് സഹിക്കാനാവുന്നില്ല. 1799 ഏപ്രിൽ 21 തിരുവിതാംകൂറിനെ അടിമുടി നവീകരിച്ച രാജാ കേശവദാസൻ തടവറയിൽ കിടന്ന് നിര്യാതനായി. മഹാരാജാവ് വൈകിയാണ് വിവരങ്ങൾ അറിഞ്ഞത്. ശ്രീപത്മനാഭ, ഞാൻ എന്ത് ദ്രോഹമാണ് ദിവാനോട് ചെയ്തത്? എന്നോട് പൊറുക്കണേ. രാജാ കേശവദാസനോടുള്ള ആദരസൂചകമായി കേശവദാസപുരം മുതൽ കറുക്കുറ്റി വരെ അദ്ദേഹം പണി കഴിപ്പിച്ച റോഡിന് മെയിൻ സെൻട്രൽ റോഡ് എന്ന് പേര് നൽകി. കാലമെത്ര കഴിഞ്ഞാലും അങ്ങയുടെ യശസ്സ് നിലനിൽക്കും.